യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എംഎൽഎ സ്ഥാനം രാജിവെച്ച് PV അൻവർ. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നുവെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. മലയോര മേഖലയായ നിലമ്പൂരിനെ അറിയുന്ന ആളെ യുഡിഎഫ് സ്ഥാനാർത്ഥിയാക്കണം. പ്രദേശത്ത് ഏറ്റവും പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ പ്രധാന ഉപാധിക്ക് വഴങ്ങിയ അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരായ അഴിമതി ആരോപണത്തിൽ മാപ്പു പറഞ്ഞു. നിയമസഭയിൽ VD സതീശിനെതിരായ അഴിമതി ആരോപണം ഉന്നയിച്ചതിനു പിന്നിൽ P ശശിയാണെന്ന് അൻവർ വെളിപ്പെടുത്തി. സഭയിൽ താൻ തന്നെ അഴിമതി ആരോപണം ഉന്നയിക്കണമെന്ന് ശശി ആവശ്യപ്പെട്ടു. വിഷയം ശരിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ പൂർണ്ണമായും ശരിയെന്നായിരുന്നു മറുപടി ലഭിച്ചത്. പ്രതിപക്ഷ നേതാവ് മാപ്പ് സ്വീകരിക്കണം. തന്നെ കോൺഗ്രസിന്റെ ശത്രുവാക്കാൻ ഗൂഢാലോചന ഉണ്ടായെന്നും അൻവർ ആരോപിച്ചു. കേരളത്തിലെ പിണറായി സത്തിനെതിരെയും ഇന്ത്യയിലെ മലയോര മേഖലയിലെ ജനത്തിനു വേണ്ടിയും പോരാടുമെന്ന് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. MLA സ്ഥാനം രാജിവെക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയാണ്. രാജിവെക്കാൻ ഉദ്ദേശിച്ചല്ല കൊൽക്കത്തയിൽ പോയത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ കണ്ടു. വീഡിയോ കോൺഫറൻസിൽ മമതയുമായി സംസാരിച്ചു. മമതാ ബാനർജിയാണ് രാജിവെക്കാൻ നിർദ്ദേശിച്ചത്. രാജിവെക്കുന്ന കാര്യം നേരത്തെ സ്പീക്കറെ ഇമെയിൽ മുഖേന അറിയിച്ചിരുന്നു. കേരളം നേരിടുന്ന പ്രധാന പ്രശ്നം വന്യജീവി ആക്രമണങ്ങളാണ്. ഇതിൽ ശക്തമായ നിലപാട് പാർലമെന്റിൽ സ്വീകരിക്കണമെന്ന് മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു. പാർട്ടിയുമായി സഹകരിച്ചു പോയാൽ ദേശീയ തലത്തിൽ പ്രശ്നം ഉന്നയിക്കാമെന്ന് മമത എനിക്ക് ഉറപ്പു നൽകി. ആദ്യഘട്ട പോരാട്ടം MR അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെയായിരുന്നു. ഇത് പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടമാണ്. ആദ്യം മുഖ്യമന്ത്രിക്കെതിരെയൊന്നും പറഞ്ഞിരുന്നില്ല. മുഖ്യമന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞതോടെയാണ് എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞത്. താൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്ന ആളാണെന്ന് PV അൻവർ പറഞ്ഞു. ഞാൻ ഒരുപാട് പാപഭാരങ്ങൾ ചുമന്നാണ് നടക്കുന്നത്. ഒരുപാട് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായും ഒന്ന്, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLAക്കെതിരെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഞാൻ ഉന്നയിച്ച വലിയൊരു ആരോപണമാണ്. നിങ്ങളത് ഇനി അത് വിശദീകരിക്കുകയല്ലാതെ രക്ഷയില്ല. ഞാൻ ഉന്നയിച്ച സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ്, ആ ഡേറ്റും മാസമൊന്നും ഞാൻ ഓർക്കുന്നില്ല ഏത് സമ്മേളനമാണ്, ആ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചർച്ച വരുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരന്തരമായ ആരോപണങ്ങൾ അന്ന് നിയമസഭയ്ക്ക് അകത്തും പുറത്തും നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കുഴൽനാടൻ MLA ഉൾപ്പെടെയുള്ളവർ നിരവധിയായ ആരോപണങ്ങൾ സഭയിൽ കൊണ്ടുവരുന്നുണ്ട്. സത്യത്തിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അന്നൊക്കെ ഭയങ്കര വിഷമവും ഇവരോടൊക്കെ ഭയങ്കര വിദ്വേഷവും ഉണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. കാരണം ഇതിലൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല. ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഏകാംഗമായി ആക്രമിക്കുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ പല ഘട്ടത്തിലും എനിക്ക് തോന്നി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ ലീഡർഷിപ്പ് മായി സംസാരിച്ചിട്ടാണ് എന്ന് പറയുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്, അത് നമുക്ക് സഭയിൽ ഉന്നയിക്കണം എന്ന് പറഞ്ഞു. അന്ന് ആ സഭ പെട്ടെന്ന് എന്തോ ഒരു കാരണമുണ്ടായി വെച്ച ഡേറ്റിൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് സഭ ക്ലോസായി. അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ള സഭ വരുമ്പോഴാണ് ഈ വിഷയം ഡ്രാഫ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് തരികയും ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ഒരു 150 കോടി രൂപ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് എന്ന നിലക്ക് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്, കൃത്യമായി ടൈപ്പ് ചെയ്ത് തന്നിട്ടാണ്. MLA ഇത് ഉന്നയിക്കണം സഭയിൽ. അപ്പോൾ എനിക്കും ആവേശം വന്നു. സ്വാഭാവികമായി ഞാൻ ഈ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് 150 കോടി രൂപ കൈക്കൂലി വാങ്ങിയ ഒരു പാർട്ടി ലീഡർഷിപ്പ് ഈ പറയുന്ന നിരപരാധിയായ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഈ രീതിയിൽ സഭയിലിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്കുണ്ടായ മാനസിക സംഘർഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞു എൻ്റെ പിതാവിനെ പോലെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്, അതൊരു യാഥാർത്ഥ്യമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ഒരു വാക്ക് വെച്ചത്, വേറെ ആരെങ്കിലും ഒഫീഷ്യൽ ഉത്തരവാദിത്തപ്പെട്ട MLAമാർ പാർട്ടിയുടെ ലീഡർഷിപ്പ് ആരെങ്കിലും ഉന്നയിക്കല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ P ശശി പറഞ്ഞു, അത് നിങ്ങൾ തന്നെ ഉന്നയിക്കണം, MLA ആണ് അതിന് ഫിറ്റായിട്ടുള്ള ആൾ, MLA കൃത്യമായിട്ട് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ സഭ, അപ്പം ചോദിച്ചു, ഇത് സഭാരേഖകൾ അത് സ്പീക്കറുമായി സംസാരിച്ച് പാർട്ടി അതിന് പെർമിഷൻ എടുത്തോളൂ. നിങ്ങളത് മനസ്സിലാക്കണം, ഞാൻ ആ ഉന്നയിച്ച ആരോപണം വെറുതെ വിളിച്ച് പറഞ്ഞല്ല. സ്പീക്കർക്ക് പരാതി നൽകി, ഉന്നയിക്കാനുള്ള വിഷയം സ്പീക്കർക്ക് നൽകി, വിത്ത് ദ പെർമിഷൻ ഓഫ് ദ സ്പീക്കറാണ് ഞാൻ സഭയിൽ ഉന്നയിച്ചത്. അപ്പോൾ
ആ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പാർട്ടി ലീഡർഷിപ്പും ശശിയുമാണ്. അങ്ങനെയാണ് അന്ന് അവരത് പറയുമ്പോൾ എനിക്ക് ആ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ വ്യക്തിപരമായ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ മുമ്പുള്ള സമ്മേളനത്തിലാണ്, അതിൻ്റെ ഒരു 2, 3, 4, 5 മാസം മുമ്പാന്ന് തോന്നുന്നു എനിക്ക് ഇത് ഉന്നയിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വസ്തുത. അപ്പോൾ എന്നെ പാർട്ടി ഏൽപ്പിച്ച ഭാരം ഞാൻ ഡെലിവർ ചെയ്തു.